നമസ്കാരം. എൻ്റെ പേര് നിതിൻ എഫ് എന്നാണ്. ഞാൻ സിറ്റി ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വളരെ വ്യാപകമായിട്ട് കേൾക്കുന്നൊരു വാക്കാണ് ട്രോമ എന്ന് പറയുന്നത്. ഇപ്പോൾ പല ആൾക്കാരും അവരുടെ ജീവിതത്തിൽ നടക്കുന്ന ചെറിയ വിഷമങ്ങളെ പോലും ട്രോമയായിട്ടാണ് ചിത്രീകരിക്കുന്നത്. ആക്ച്വലി നമ്മുടെ ലൈഫിൽ വളരെ സ്ട്രെസ്ഫുള്ളായിട്ടുള്ള പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ പോലെ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള മെൻ്റൽ ഹെൽത്ത് കണ്ടീഷൻസിനെ ആണ് ആക്ച്വലി വളരെ ചെറിയ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി ആൾക്കാർ പറയുന്നത്. അതൊരു ശരിയായ ഉപയോഗമായിട്ട് കാണുന്നില്ല. കാരണം പലപ്പോഴും ട്രോമയായിട്ട് അല്ലെങ്കിൽ നമ്മളുടെ ലൈഫിൽ നേരിടുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഡിസപ്പോയിൻമെൻറ്റുകൾ, ഫ്രസ്ട്രേഷൻസിന്, ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കാതെ വരിക, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഫെയിലുവേഴ്സ്, ടെൻഷൻസ്, ചെറിയ ചെറിയ സ്ട്രെസ്സുകൾ, ഇവയൊക്കെ തന്നെ നമ്മൾ ട്രോമയായിട്ട് ചിത്രീകരിക്കുമ്പോൾ നമ്മളെ തന്നെ വിക്ടിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നുള്ള ഒരു ഇമോഷണൽ അപ്പീസ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് എയിം ചെയ്യുന്നത്. അതൊരിക്കലും നമ്മുടെ ലൈഫിൽ ഓവർ ദ ടൈം ഹെൽപ്പ് ചെയ്യില്ല എന്നുള്ള വസ്തുത നമ്മൾ ഓർത്തിരിക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളിലെ വോളണ്ടറി ആയിട്ട് വില്ലിങ്നെസ്സോടുകൂടെ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തുകൊണ്ട് ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ കുറെ കൂടെ ബെറ്റർ ആയിട്ടുള്ള ലൈഫ് നിങ്ങൾക്ക് ഓവർ ദ ടൈം ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. വിക്ടിമൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ തന്നെ വിക്ടിമൈസ് ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്ത് ഉണ്ടാക്കേണ്ടുന്ന ഒരു റിയൽ ആയിട്ടുള്ള റിസൾട്ട് അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കേണ്ടുന്നതായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് നമ്മൾ പലപ്പോഴും ഉണ്ടാക്കിയെടുക്കുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മളുടെ ലൈഫിൽ നടക്കുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളെ വിക്ടിമൈസ് ചെയ്യുന്നതിനേക്കാൾ ഉപരി അതിനെ ഒരു ഫൈറ്ററായിട്ട് നമ്മൾ കണ്ടുകൊണ്ട് ഫൈറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു നിലപാട് നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ ലൈഫ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി വളരെ ടഫായിട്ടുള്ളൊരു ഗെയിമാണ്. ഒരു ഈസി ആയിട്ടുള്ള ഒരു ഗെയിം അല്ല ആക്ച്വലി, അതൊരു റിയാലിറ്റിയാണ്. അത് നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് കുറെ കൂടെ, അതേസമയം ഒരു ലൈഫിനൊരു ബ്യൂട്ടി ഉണ്ട്, ഒരു ഹോപ്പുണ്ട്, ഒരു ത്രില്ലുണ്ട്, മീനിങ് ഉണ്ട്. അപ്പോൾ ലൈഫ് വളരെ ഹോപ്പ്ഫുള്ളായിട്ട് എയിം ചെയ്യേണ്ടുന്ന ഒരു എൻ്റർപ്രൈസസ് തന്നെയാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ കണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ലൈഫ് കുറെ കൂടെ പോസിറ്റീവായിട്ട് ഫങ്ഷനിങ് ആയിട്ട് നിങ്ങളുടെ ചുറ്റും അല്ലെങ്കിൽ നിങ്ങൾക്കും ഇവോൾവ് ചെയ്ത് വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ വോളണ്ടറി ആയിട്ട് വില്ലിങ്നെസ്സോടുകൂടെ നമ്മുടെ ലൈഫിൻ്റെതായിട്ടുള്ള ടഫായിട്ടുള്ള സിറ്റുവേഷൻസും പ്ലഷറബിൾ ആയിട്ടുള്ള എക്സൈറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസും എല്ലാത്തിൻ്റെയും വോളണ്ടറി ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി എടുത്തുകൊണ്ട് അതിനെ ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി ട്രൈ ചെയ്യുകയാണെങ്കിൽ കുറെ കൂടെ ബെറ്റർ ആയിട്ടുള്ള ലൈഫ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്.